ഹായ്, വെൽക്കം ബാക്ക്. ഇന്നത്തേതൊരു സിമ്പിൾ റെസിപ്പി വീഡിയോ. കുറേ ഓയിൽ ഫ്രൈഡ് ഫുഡൊക്കെ തിന്നപ്പോൾ നമുക്കൊരു റിഗ്രറ്റ് വരില്ലേ? അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രെഡ് പോള. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ റെസിപ്പിയിലേക്ക് പോവാം. ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 250 ഗ്രാംസോളം ഉണ്ടാവും. അത് കഴുകി വൃത്തിയാക്കിയെടുത്ത് അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ഒരു 1/2 ടേബിൾ സ്പൂൺ തന്തൂരി ചിക്കൻ മസാല. തന്തൂരി ചിക്കൻ മസാല യൂസ് ചെയ്താൽ ഫില്ലിങ് വേറെ തന്നെ ഒരു ഫ്ലേവർ ആയിരിക്കും. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ യോഗട്ടും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം. മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കൊരു 1/2 hour വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് യൂസ് ചെയ്യാം. ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് ഡയറക്റ്റ് അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചു. ഒരു 3 to 4 minutes മൂടി വെച്ച് വേവിക്കുക. ചിക്കൻ വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരും. അതൊക്കെ വറ്റി നല്ലോണം ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ ഞാനിത് ബോൺലെസ് ചിക്കൻ ക്യൂബ്സാക്കി കട്ട് ചെയ്തിട്ടെടുത്തതാണ്. നിങ്ങൾക്ക് എല്ലുള്ള വലിയ പീസ് ചിക്കൻ ആണെങ്കിൽ അത് വേവിച്ച് ഷ്രെഡ് ചെയ്തിട്ട് എടുത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ വെജീസായിട്ട് എടുത്തത് 2 ഉള്ളി, ഒരു 1/2 ക്യാപ്സിക്കം, കുറച്ച് കൊറിയാണ്ടർ ലീഫ് ചോപ്പ് ചെയ്തത്, കുറച്ച് ഗാർലിക്ക്, പിന്നെ 2 പച്ചമുളക്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് അതിലേക്ക് ഫസ്റ്റ് ഈ ഗാർലിക്കും ചില്ലിയും ഒന്ന് സോട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഫ്ലേവർ മാറാൻ മാത്രം ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച 2 ഓണിയൻസ് ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. ഓണിയൻ ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടേസ്റ്റിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. നല്ലോണം പിങ്ക് കളറാകുന്നവരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം വഴറ്റി അതൊരു പിങ്ക് കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ നേരത്തെ ചേർത്തില്ല തന്തൂരി മസാല, അതും ഇതിലേക്കും ഒരു 1/2 ടീസ്പൂൺ തന്തൂരി മസാല. ഇനി നമ്മൾ ചേർത്ത പൊടികളുടെ എല്ലാം റോസ് സ്മെല്ല് മാറുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കനില്ലേ അത് ചേർത്ത് എല്ലാം കൂടി നല്ലോണം മിക്സായി നല്ലോണം എല്ലാ മസാലയും എല്ലാം ചേർന്ന് മിക്സായി വരുന്നവരെ ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച് ക്യാപ്സിക്കവും കൊറിയാണ്ടറും ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. ക്യാപ്സിക്കം നല്ലോണം വഴന്ന് വരുന്നവരെ നല്ലോണം വഴറ്റി മിക്സ് ചെയ്ത് ഇനി അത് ഓഫ് ചെയ്ത് തണിയാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡ്, മുട്ട, പാല്, ഒരു 1/2 ഗ്ലാസ് പാല്, 2 മുട്ട, 6-8 സ്ലൈസ് ബ്രെഡും. ഒരു മിക്സിൻ്റെ ബ്ലെൻഡർ ജാറിലേക്ക് ആ മുട്ടയും പാലും കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് എടുക്കുക. ഈ ബ്ലെൻഡ് ചെയ്തെടുത്ത മിക്സ് ഒരു പോട്ടിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാനോ പോട്ടോ എടുക്കാം. ഞാനൊരു പോട്ടോ എടുത്തത്. ഇനി അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ച് ചൂടാകാൻ വെക്കാം. ഗീ ഒന്ന് മെൽട്ടാകുന്നവരെ ചൂടാക്കിയാൽ മതി. അത് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത ബ്രെഡ് ആ മിക്സ്ചറിൽ ഡിപ്പ് ചെയ്ത് നമ്മളെടുത്ത പാനിലേക്ക് ലെയർ ചെയ്യാം. ആദ്യം നമ്മൾ സ്ലൈസ് ചെയ്ത വലിയ സ്ലൈസ് ആക്കിയിട്ട് തന്നെ വെച്ചു. സൈഡൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി എൻ്റെ കയ്യിലുണ്ടായ ബ്രെഡിനെ ഞാൻ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് പീസ് ചെയ്ത് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് വെക്കുക. അതായത് ഇതിൽ കാണുന്ന പോലെ തന്നെ എല്ലാം ആ മിക്സ്ചറിൽ ഡിപ്പ് ചെയ്ത് എല്ലാ സൈഡിലേക്കും ഫില്ല് ചെയ്ത് വെക്കുക. അതായത് നമ്മൾ ഫില്ലിങ്ങൊക്കെ വെക്കുമ്പോൾ ഗ്യാപ്പൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഗ്യാപ്പും ക്ലോസ് ചെയ്യുന്ന പോലെ നമ്മൾ ഫില്ല് ചെയ്ത് വെക്കുന്നത്. സിമ്പിളാണ്, കാണുന്ന പോലെ ഡിഫിക്കൽട്ടായിട്ടൊന്നും തോന്നണ്ട. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ്. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. ഫില്ലിങ് ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ ബാക്കിയെല്ലാം സിമ്പിളായി വേഗം കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മളാക്കി വെച്ച ഫില്ലിങ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് നല്ലോണം ഫില്ല് ചെയ്ത് ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്ത് നല്ല നീറ്റിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ഇത് എടുത്തത് ഒരു മീഡിയം സൈസ് പോട്ടാണ്. ലാർജ് സൈസ് പോട്ടാണെങ്കിലും എക്സ്ട്രാ സ്ലൈസ് ബ്രെഡ് വെച്ച് ഇതേപോലെ തന്നെ ഫില്ല് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. സൈഡ്സിലൊക്കെ ഫില്ലിങ് എത്തുന്ന പോലെ തന്നെ നല്ലോണം നിരത്തി ഫില്ലിങ്ങൊക്കെ പ്രസ് ചെയ്ത് വെച്ച് ഇനി അതിൻ്റെ മേലേൽ താഴെ ലെയർ ചെയ്ത പോലെ തന്നെ ബ്രെഡ് മിക്സിയിൽ ഡിപ്പ് ചെയ്ത് മേലേലും ലെയർ ചെയ്യാം. അപ്പോൾ ഓരോ ലെയറും നമുക്ക് ആ ഡിപ്പ് ചെയ്ത് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. ബാക്കി വന്ന മിക്സും ഞാൻ അതേപോലെ തന്നെ അതിൻ്റെ മുകളിലൂടെ
സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. ലെയർ ചെയ്യുമ്പോൾ കൈവച്ച് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചൂടാക്കുമ്പോൾ അത് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാം കൈവച്ച് നല്ലോണം പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. ഇനി അറേഞ്ച് ചെയ്ത് വെച്ചത് നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ച് ഓൺ ചെയ്ത് ഒരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് ചെറിയ ഫ്ലെയിമിൽ, ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. കാരണം വേഗം കരിയാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ചെറുങ്ങനെ ഒന്ന് കരിയാൻ എത്തിയ പോലെ ഉണ്ട്, പക്ഷെ കരിഞ്ഞിട്ടില്ല, കുറച്ച് ഡാർക്ക് ബ്രൗൺ ആയതേ ഉള്ളൂ. വേഗം തന്നെ എടുത്ത് നമുക്കതൊരു വേറൊരു പാനിലേക്ക് മറിച്ചിട്ട് അതിലേക്കും ഗീ സ്പ്രെഡ് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. വേഗം ആവും, ഏകദേശം ഒരു 10-15 മിനിറ്റ്സ് അതിനുള്ളിൽ നമുക്ക് 2 സൈഡും കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ ആവുന്നതാണ്. നല്ല സൂപ്പർ ടേസ്റ്റുമാണ്, ടമ്മി ഫില്ലിങ്ങും ആണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻസായിട്ട് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.